ഇന്ന് നമുക്ക് അരിയും ഉഴുന്നൊന്നും അരയ്ക്കാതെ രാവിലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി സോഫ്റ്റുമായിട്ടുള്ള ബൺ ദോശയുടെ റെസിപ്പി നോക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരകിയതും അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈരും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അരച്ചിട്ടെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുത്തപ്പോൾ ഞാനിവിടെ 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3/4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഒന്ന് അരച്ചെടുത്തിട്ടുള്ളത്. അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ ഇപ്പോഴും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിതിലേക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ടോട്ടൽ ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1 ടീസ്പൂൺ കടുകും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചിട്ട് എടുക്കണം. കടുകും ജീരകവും എല്ലാം പൊട്ടി വന്നതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൽ നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. ഇതിവിടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റായിട്ട് തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഒരു അയണിൻ്റെ പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് 1/2 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുക്കണം. ഇതിപ്പോൾ മുകൾ ഭാഗം നന്നായിട്ട് ഇനി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ടും കൂടെ ഒന്ന് വേവിച്ചിട്ട് എടുക്കാം. രണ്ട് വശവും നന്നായിട്ട് ഇനി ഒന്ന് റെഡിയായി വന്നതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ബാക്കിയുള്ള ദോശയും നമുക്കിതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം.